ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ വിക്രം വേദേനെ അവിടെ ആക്കി മടങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദേനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും കേട്ടോ. പക്ഷേ മുത്തശ്ശിക്ക് മാത്രം കുറച്ച് ഉള്ളിലൊരു വിഷമമുണ്ട്. എന്തിനാ അവന് ഉപേക്ഷിച്ച് വന്നതെന്ന് അറിയാത്തതുകൊണ്ട് മുത്തശ്ശിക്കൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വേദയുടെ ചുറ്റും പിടിച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പറയില്ലേ, ഇപ്പോഴെങ്കിലും എൻ്റെ മോൾക്ക് ആ തെമ്മാടീനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് മടങ്ങി വരാൻ തോന്നിയില്ലോ, സന്തോഷമായി അമ്മയ്ക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന് വേദ പറയാണ്. അപ്പോൾ വേദയുടെ അച്ഛൻ പറയുക, എൻ്റെ മോൾ ഇതുവരെയായിട്ടും ഭക്ഷണം പോലും നേരെ ചൊവ്വ കഴിച്ചിട്ടില്ല. ഒരു ദാരിദ്ര്യം പിടിച്ച് വീട്ടിലേക്കാണല്ലോ എൻ്റെ മോൾ ഇടിച്ച് ചാടിപ്പോയത്. എൻ്റെ മോൾക്ക് വയറ് നിറച്ചും ഭക്ഷണം കൊടുക്കുന്നൊക്കെ അച്ഛൻ അമ്മോട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ പറയും, എനിക്ക് ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അച്ഛാ. എനിക്ക് എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനൊരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഭക്ഷണം അമ്മ വാരി കൊടുത്ത് വേദ അതൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് വേദ പറയും, ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്, വിക്രം ഇപ്പോൾ വരും, ഞാൻ വിളിച്ചാൽ വിക്രം വന്നാൽ ഞാൻ പോകുമെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അവർ പറയും, നീ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണല്ലേ, അപ്പോൾ നിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിന്റെ തോന്നിവാസമായിട്ട് പോയിക്കോ, ഇനി നിന്നെ ഞങ്ങൾ ആരും ഇവിടേക്ക് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി നമ്മുടെ വേദേനെ ആട്ടി വെളിയിലേക്ക് വിടുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിക്രം വന്ന് നമ്മുടെ വേദേനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.